എപ്പോഴും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ്, കേന്ദ്രത്തെപ്പറ്റി ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ കടം കിഫ്ബി വഴിയുള്ളത്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ളത്, അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള കടം എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്ന കടം ബജറ്റിനകത്ത് കൊണ്ടുവരണം എന്നാണ് നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രിയും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും ആവശ്യപ്പെടുന്നത്. അപ്പോഴൊക്കെ സംസ്ഥാന അതായത് ഈ കടം കെണിയാകും എന്ന് പറയുമ്പോഴാണ്, അതായത് കിഫ്ബി വഴി എടുക്കുന്ന കടം ട്രാൻസ്പെറൻ്റ് അല്ല, അത് ഒരു കെണിയാകാൻ ഇടയുണ്ട്. കാരണം ഞാൻ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കിഫ്ബി വഴി ആദ്യം അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് തന്നെ ബോണ്ടുകൾ മസാല ബോണ്ട് വഴിയായിട്ടാണ് കിഫ്ബി വഴിയുള്ള കടമെടുപ്പിന് ആരംഭം കുറിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് മസാല ബോണ്ടുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട്. അപ്പോൾ അന്ന് അതിന് 2150 കോടി രൂപയാണ് മസാല ബോണ്ട് വഴി സമാഹരിച്ചത്. അങ്ങനെ സമാഹരിച്ചതിന് 9.72% പലിശയാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ സമാഹരിച്ച കടം അത് വലിയ പലിശയുള്ള കടമാണ്. അങ്ങനെ സമാഹരിക്കുന്ന കടങ്ങളാണ് കിഫ്ബിയുടെ ഗണത്തിൽ വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടങ്ങളാണെങ്കിലും സാധാരണയേക്കാൾ ഉയർന്ന പലിശയുള്ള കടങ്ങളാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അതുമാത്രവുമല്ല, കേന്ദ്ര FRBM ആക്ട് അനുസരിച്ച് നമ്മുടെ GSDPയുടെ 3% വരെ കടമെടുക്കാവുള്ളൂ. സഞ്ചിത കടമാണെങ്കിൽ FRBM ആക്ട് അനുസരിച്ച് GSDPയുടെ 29% താഴ്ന്നു നിൽക്കണം. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ അതായത് ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 18, 19 തൊട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഈ അനുപാതത്തിനേക്കാൾ ഉയർന്ന് 29% ഉയർന്ന് 30% മുകളിൽ, 35% മുകളിൽ, 38%, 39% ഒക്കെ എത്തത്തക്ക രീതിയിലാണ് കടം GSDP റേഷ്യോ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിൽ വെച്ചാണ് കേന്ദ്ര ഗവൺമെൻറ്, റിസർവ് ബാങ്കും CAGയും ഒക്കെ ഇങ്ങനെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും അമിതമായി കടമെടുത്താൽ അത് കെണിയാകും, അത് ട്രാൻസ്പെറൻ്റ് അല്ല, അത് ഫ്യൂച്ചർ ജനറേഷനിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ഈ തലമുറ അതായത് പ്രസൻറ്റ് ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷനെ സപ്പോർട്ട് വേണ്ടത്, അവരുടെ ഭാവി സുരക്ഷിതം. അതുകൊണ്ടാണല്ലോ നമ്മൾ പരിസ്ഥിതിക്കൊക്കെ വേണ്ടി വാദിക്കുന്നത്, പരിസ്ഥിതി നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഈ കടത്തെ കാണാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് കേന്ദ്രം ഇങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് വഴി എടുക്കുന്ന കടവും കൂടി ബജറ്റിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള കർശന നിബന്ധന വയ്ക്കുന്നതും. അത് ഈ ധനവർഷം കേരളത്തെ സംബന്ധിച്ച് വലിയ ധനപ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. അത് കേന്ദ്രത്തിൻ്റെ കുറ്റമല്ല. കേന്ദ്രം നേരത്തെ മുതൽ കൊടുത്ത വാർണിംഗ് അനുസരിക്കാതെ ഈ കിഫ്ബി എന്നും പറഞ്ഞ് പോയതുകൊണ്ടാണ് ഇങ്ങനെ സംസ്ഥാനം. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു കടുത്ത ധനപ്രതിസന്ധി ഉണ്ടാവുകയും അവരാഗ്രഹിക്കുന്നത് പോലെ കടമെടുക്കാൻ പറ്റാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ അവർ വിമർശനം തുടങ്ങി. അതായത് കേന്ദ്രത്തിൻ്റെ കടം ഇതിനേക്കാളൊക്കെ വളരെ കൂടുതലാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ വിമർശിക്കുന്നവരോട് ആവശ്യപ്പെടുന്നത്, രാജാ ചെല്ലയ്യ നമ്മുടെ ഫിസ്ക്കൽ എക്കണോമിക്സിൻ്റെ അതായത് പബ്ലിക് ഫിനാൻസിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിലെ ആചാര്യൻ എന്ന് നമുക്ക് പറയാം. അദ്ദേഹം അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ ആ രാജാ ചെല്ലയ്യയുടെ എസ്സേസ് ഇൻ ഫിസ്ക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ 1994 അതായത് നമ്മുടെ LPG അതായത് കടക്കണിയിലേക്ക് ഇന്ത്യ പോകുന്ന സാഹചര്യം വന്നു. അതിൽ നിന്ന് നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG അവസാനം അംഗീകരിക്കേണ്ടി വന്നു, നടപ്പിലാക്കേണ്ടി വന്നു. ആ സിറ്റുവേഷന് ശേഷം എന്തുകൊണ്ട് ആ സിറ്റുവേഷൻ വന്നു എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അതായത് 1990-91 ഇന്ത്യ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സംജാതമായി എന്ന് മാത്രമല്ല, അത് വളരെ ഭീതിതമായ ഒരു സിറ്റുവേഷനായിരുന്നു. അതായത് നമ്മുടെ കമ്മട്ടത്തിൽ എന്ന് വെച്ചാൽ പണം അടിക്കുന്ന നമ്മുടെ കമ്മട്ടം അത് തന്നെ. അപ്പോൾ അവിടെ കരുതൽ ശേഖരമായി സൂക്ഷിക്കുന്ന, അതായത് കടലാസ് നോട്ടുകൾ അടിച്ചിറക്കുമ്പോൾ അതിന് ഒരു മൂല്യവുമില്ല. അപ്പോൾ അതിന് മൂല്യമുണ്ട് എന്ന് വരുത്താൻ വേണ്ടി വച്ചിരിക്കുന്ന ശേഖരമാണ് 200 കോടി. 1935 മുതൽ നാം
വച്ചിരിക്കുന്ന ശേഖരമാണ് 200 കോടിയുടെ ശേഖരം. ആ ശേഖരത്തിൽ 115 കോടിയുടെ സ്വർണം 1935 വിലയ്ക്കാണെന്ന് ഓർക്കണം. 115 കോടിയുടെ സ്വർണവും 85 കോടിയുടെ വിവിധ പ്രധാനപ്പെട്ട ഫോറിൻ കറൻസികളുമാണ് ഈ ശേഖരത്തിലുള്ളത്. ആ ശേഖരത്തിലെ സ്വർണം എടുത്ത് ഈ 90-91 ഈ ശേഖരത്തിലെ സ്വർണം കൊണ്ടുപോയി 2 പ്രാവശ്യം സ്വിസ് ബാങ്കിൽ പണയം വെച്ച് നമ്മൾ ഡോളർ സ്വീകരിക്കേണ്ടി വരുന്നു. ഒരു പ്രാവശ്യം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും പണയം വെക്കേണ്ടി വരുന്നു. അതായത് എന്തിനായിരുന്നു അങ്ങനെ പണയം വെച്ചത്? വേൾഡ് ബാങ്ക് വായ്പ തരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കടക്കണിയിലേക്ക് പോവുകയാണ് ഇന്ത്യ, അതുകൊണ്ട് നിങ്ങൾക്ക് കടം തരില്ല. IMF പറഞ്ഞു കടം തരില്ല, നിങ്ങൾ കടക്കണിയിലേക്ക്. അപ്പോൾ അങ്ങനെ കടക്കണിയുടെ വക്കീലെത്തിയ സിറ്റുവേഷനിലാണ് ഇന്ത്യ 3 തവണ കമ്മട്ടത്തിലെ സ്വർണം, കരുതൽ ശേഖരമായി വെച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് വായ്പ എടുക്കേണ്ടി വന്നു. എന്തിനാണ് ഇങ്ങനെ വായ്പ എടുത്തത്? കാരണം നമ്മുടെ 80-85% പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഇന്ത്യ ചലിക്കൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചലനം നിന്നു പോകും. അങ്ങനെ ഇന്ത്യയെ ചലിപ്പിക്കാൻ വേണ്ടിയാണ് എമർജൻസി ആയിട്ട് ഇങ്ങനെ പണയം വെച്ച് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കേണ്ടി വന്നത്. അങ്ങനെ അവസാനം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് IMF പറയുന്നത്, നിങ്ങൾ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഇവ LPG കൊണ്ടുവരൂ. LPG അംഗീകരിച്ച് കഴിഞ്ഞ് അത് നടപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായ്പ തരാം എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ LPGയിലേക്ക് എത്തേണ്ടി വന്നത്? അത്തരം ഒരു ദുർഘട സ്ഥിതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകം, അതായത് രാജാ ചെല്ലയ്യയുടെ എസ്സേയ്സ് ഇൻ ഫിസ്ക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും കേന്ദ്രത്തെ പഴിക്കാറുണ്ട്. കേന്ദ്രത്തിൻ്റെ കടം 169 ലക്ഷം കോടിയാണ്, ഞങ്ങളുടെ കടം 4 ലക്ഷം കോടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് പറയാറുള്ളത്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ കടം മാത്രമായിട്ടും ചെല്ലയ്യ തൻ്റെ പുസ്തകങ്ങളിൽ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കമ്പൈൻഡ് ഡെറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് അതിനകത്ത് നമുക്ക് കാണാം. എന്താണ് ഈ കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങളുടെ കടവും കൂടി കേന്ദ്രത്തിൻ്റെ കടത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിൻ്റെ കടം മാത്രം എടുത്താൽ ഉള്ളതിനേക്കാളും തീർച്ചയായിട്ടും അതായത് കേന്ദ്രത്തിൻ്റെ കടവും സാമാന്യം ചെറുതായിരിക്കും. അങ്ങനെ ചെറുതായിരിക്കുന്ന കടത്തിൻ്റെ കൂടെ സംസ്ഥാനങ്ങളുടെ കടം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് വളരെ വലുതാകും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അദ്ദേഹം തന്നിരിക്കുന്ന ചില എക്സാമ്പിൾസ് മാത്രം ഞാൻ പറഞ്ഞു തരാം. 1990-91 കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ മാത്രം ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDPയുടെ 8.34%. നമ്മൾ ഓർക്കണം, ഇപ്പോൾ നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് FRBM ആക്ട് അനുസരിച്ച് GDPയുടെ 3% കൂടാൻ പാടില്ല ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അത് അങ്ങനെ കൺട്രോൾ കൊണ്ടുവന്നതിന് ശേഷം എന്നിട്ടും ഇപ്പോൾ സീതാരാമൻ അവതരിപ്പിച്ച ഇന്നലത്തെ ബജറ്റിൽ അത് 5.1 ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ കടം ചെറുതല്ല, വലുത് തന്നെയാണ്. ഇനി ആ വർഷത്തെ കമ്പൈൻഡ് ഡെറ്റ് എത്രയാണെന്ന് നോക്കാം. എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ധനക്കമ്മി. അതായത് കേന്ദ്രത്തിൻ്റെ മാത്രം ധനക്കമ്മി 90-91, അതായത് നമ്മൾ കടക്കണിയിലേക്ക് പോകാൻ തുടങ്ങിയ ആ വർഷം കേന്ദ്രത്തിൻ്റെ മാത്രം ധനക്കമ്മി 8.34%. കമ്പൈൻഡ് ധനക്കമ്മി 9.88%. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് കേന്ദ്രത്തിൻ്റെ മാത്രം കടം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കടത്തിൻ്റെ ഒരു ഇതാണ്, ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേന്ദ്രത്തിൻ്റെ മാത്രം 8.34 സംസ്ഥാനങ്ങളുടെയും കൂടി ചേർത്തപ്പോൾ അത് 9.88. ഇനി നമുക്ക് അടുത്ത വർഷം, അതായത് അങ്ങനെ അത് കടക്കണിയിലെത്തിയ അവസ്ഥ. ഇനി അതിനെ LPG അംഗീകരിച്ച് നടപ്പാക്കി എപ്പോഴേക്കും നമ്മുടെ അവസ്ഥ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയുന്നു. അപ്പോൾ കുറഞ്ഞ സമയത്ത് 91-92 LPG 90-91 നമ്മൾ LPG കൊണ്ടുവരുന്നു. 91-92 ബജറ്റിൽ 5.90 ഫിസ്ക്കൽ ഡെഫിസിറ്റ്. കേന്ദ്രത്തിൻ്റെ മാത്രം ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.90. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ അത് 5.1 ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇനി അന്ന് 91-92 കമ്പൈൻഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 7.36. അപ്പോൾ ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കമ്പൈൻഡ് ആകുമ്പോൾ
കൂടിയിരിക്കും എന്നർത്ഥം. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ കടം പോലും കടബാധ്യതയും കൂടി ചേർന്നതാണ് സെൻട്രലിൻ്റെ കമ്പൈൻഡ് ഡെറ്റ്. അതായത് കൂട്ടിച്ചേർക്കപ്പെട്ട കടമെന്നോ സംയുക്ത കടമെന്നോ മറ്റോ അതിനെ വിളിക്കാം. അപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കേന്ദ്രത്തെ പഴിചാരാനായിട്ട്. സംസ്ഥാനം ഒറ്റയ്ക്ക് കടക്കണിയിലേക്ക് പോയാലും സംസ്ഥാനങ്ങൾ മൊത്തമായിട്ട് കടക്കണിയിലേക്ക് പോയാലും അത് കേന്ദ്രം കടക്കണിയിലേക്ക് പോകുന്നതിന് ഏകദേശം തുല്യമാണ്. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തെ, അതായത് ഇന്ത്യയെ തന്നെ കടക്കണിയിലേക്ക് ഇപ്പോൾ തന്നെ 3 സംസ്ഥാനങ്ങൾ 35% കടമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സ്ഥിതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അങ്ങനെ അധിക കടമെടുക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ കേന്ദ്രവും ഈ സംസ്ഥാനങ്ങളും ഒന്നിച്ച് വീണ്ടും കടക്കണിയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2002 കേന്ദ്രവും 2003 സംസ്ഥാനങ്ങളും കൊണ്ടുവന്നത്. അതനുസരിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% നിജപ്പെടുത്തണം. അപ്പോൾ ഇപ്പോൾ 5.1 കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അടുത്ത പൂർണ്ണ ബജറ്റ് വരുമ്പോഴത്തേക്കും അത് വീണ്ടും താഴ്ത്തും. 2025-26 ആകുമ്പോഴത്തേക്കും അതിനെ 3% കൊണ്ടുവരുമെന്ന് തന്നെയാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് നമുക്ക് ചിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2025-26 എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസ് ഉണ്ടായാൽ, പിന്നെ സാഹചര്യങ്ങളുണ്ടായാൽ ചിലപ്പോൾ വീണ്ടും കടം വർദ്ധിച്ചെന്നിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2019-20 കോവിഡ് പോലെയുള്ള എന്തെങ്കിലും മഹാമാരി വന്നാൽ, അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നാൽ, വരൾച്ച വന്നാൽ ഒക്കെ ഈ സ്ഥിതിക്കൊക്കെ മാറ്റം വരാം. അതൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സാമ്പത്തിക സാഹചര്യങ്ങളെ എപ്പോഴും വിലയിരുത്താനായിട്ട്. അപ്പോൾ ഈ കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത് ആണ് കേന്ദ്രത്തിൻ്റെ കടമായിട്ട് സാധാരണ വിമർശകവും ഞങ്ങളുടേത് ഇത്ര ചെറുതാണ്, സംസ്ഥാനത്തിൻ്റേത്, കേന്ദ്രത്തിൻ്റേത് ഇത്ര വലുതാണ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ അത്ര വലിയ കടമായിരിക്കുന്നത് കമ്പൈൻഡ് ഡെറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനും വേണ്ട ഒരു മൃദു സമീപനം കേന്ദ്രത്തോട് നമുക്കുണ്ടായിരിക്കണം. നമ്മെ കുറ്റപ്പെടുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ വലിയ കടത്തിൻ്റെ കുഴിയിലേക്ക് പോകാതിരിക്കാനാണ് എന്ന സമചിത്തതയോടെ അത് കാണാൻ നമുക്ക് കഴിയണം.